മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 6th ഡേ, അതായത് ഷഷ്ടി. അപ്പോൾ നമ്മൾ 6th ഡേയിൽ രാവിലെ പൂജയെല്ലാം കഴിഞ്ഞ് വളരെ കുറച്ച് പൂജ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് വേറെ കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നൈറ്റ് തന്നെ ഞങ്ങൾ ഗസ്റ്റൊക്കെ വരും. അപ്പോൾ അവിടെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡാൻസ് ഉണ്ട്, ലൈക്ക് ധുനുച്ചി ഡാൻസ് ഉണ്ട്. അതായത് ഈ കുന്തിരിക്കൊക്കെ പുകച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നൊരു ഡാൻസാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. ഇത് എനിക്ക് കൽക്കട്ടയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഒരു കോട്ടൺ ഡ്രസ്സ്, ഐ മീൻ സാരിയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഹാളിലെത്തിയിട്ട് വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹാളിൻ്റെ ഫുൾ ഡെക്കറേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ 99% കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കുറേ സ്റ്റോൾസൊക്കെ വന്നിട്ടുണ്ട്. അതായത് മെഹന്തി, ഫേസ് പെയിൻറ്റ്, ഫുഡിൻ്റെ, അങ്ങനെ വെറൈറ്റി സ്റ്റോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. പൂജ നടക്കുമ്പോൾ, ആരതി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊട്ടും പാട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. ആ കൊട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ച് പോകും. അത് അത്രയും രസമുള്ളൊരു കൊട്ടാട്ടോ. അപ്പോൾ ഇതാണ് ധുനുച്ചി. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ധുനുച്ചി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്. അതായത് ഈ കുന്തിരിക്കം, ഈ കയ്യിലിരിക്കുന്ന സാധനത്തിൽ കുന്തിരിക്കും മടലൊക്കെ ഇട്ട് പുകച്ചിട്ടാണ് നമ്മൾ ദേവിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഇതിങ്ങനെ പുകച്ച് നമ്മൾ കൊട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒപ്പം നമ്മൾ ഡാൻസ് കളിക്കും. ദേവിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായത്. അപ്പോൾ നിങ്ങൾ ഏത് ബംഗാളി വീഡിയോസ് എടുത്താലും ഇത് കാണാൻ പറ്റും ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സൈഡിലും കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അത് കൂടുതലും ഡ്രസ്സും പിന്നെ ഓർണമെൻറ്റ്സ്, ആൻറ്റി ടാർണിഷ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി വെയർ ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ ഓർണമെൻറ്റ്സ്. അതുകൂടാണ്ട് നമ്മൾ ട്രഡീഷണൽ വെയർസിൻ്റെ ഒപ്പം ഇടാൻ പറ്റിയ നല്ല ഈ എന്താണ് പാലക്കമാല, അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു. എന്നുള്ള ശബ്ദമൊക്കെ കേട്ട് അവൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ശബ്ദമൊക്കെ ഇങ്ങനെ ഇത്ര കേൾക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര ശബ്ദമൊന്നും കേൾക്കേണ്ടി ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു. ആ സമയപ്പോഴത്തേക്കും ഞങ്ങൾ പോവാറുണ്ടായിരുന്നു. തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് വെച്ചൊക്കെ ശബ്ദം ഒട്ടും പറ്റാത്തതുകൊണ്ട് ആൾ ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിപ്പോയപ്പോഴത്തേക്കും ഞാൻ അവളെയും കൊണ്ട് പുറത്ത് വന്നിട്ട് കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തു. ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതാണ് പെയിൻറ്റ്. ശരിക്കും ഫേസിലൊക്കെ ചെയ്യാം, പക്ഷേ ഫേസിലൊക്കെ ഞങ്ങൾ കയ്യിലാണ് ചെയ്യിപ്പിച്ചത്. പിന്നെ നമ്മുടെ അന്നത്തെ ഗസ്റ്റുകളെല്ലാവരും ഗസ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെർഫോമൻസും ഒക്കെ തുടങ്ങി. അപ്പോൾ പെർഫോമൻസ് തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഗസ്റ്റാണ് ഭരതനാട്യം കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഓരോ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഡാൻസും പാട്ടും പിള്ളേരൊക്കെ എന്ത് ക്യൂട്ടായിട്ടാണെന്ന് അറിയില്ല പിള്ളേർ കളിച്ച്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജൂണിൽ തുടങ്ങിയ പ്രാക്ടീസ് ആട്ടോ. പിള്ളേർ അല്ലാണ്ട് മാരീഡ് വുമൻസും എല്ലാവരും ഉണ്ട് കേട്ടോ ഇതിൽ കളിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ദുർഗയുടെ ഓരോരോ രൂപങ്ങളാണ് ഈ കാണിക്കുന്നത്. ഓരോ ടൈമിൽ ഉള്ള രൂപവും ലാസ്റ്റ് ഭദ്രകാളി. ഇത് അടിപൊളി. ഇത് അടിപൊളി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഈ കൊച്ച് അടിച്ച് പൊളിച്ച്. ഇതൊരു എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചാട്ടോ. ഒരുപാട് വയസ്സൊന്നുമില്ല. ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ 6th ഡേയുടെ പരിപാടി ഇതായിരുന്നു ഞങ്ങളുടെ. ദുർഗയുടെയും അതായത് ദേവിയുടെ പല ഇതായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മമ്മീൻ്റെയും വേറെ കുറേ ആൻറ്റിമാരെല്ലാവരും കൂടി ഒരു ധുനുച്ചി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇതോടെ ആയിരുന്നു ഇന്നത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഡിന്നർ ഉണ്ടായിരുന്നു. ഡിന്നർ അയച്ച് നേരെ Day 6 ഓഫ് പൂജ തീർന്നിരിക്കുന്നു. ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി നേരെ വീട്ടിൽ പോവാം. നാളെ ഓഫീസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പോൾ ടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്.